ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനിവിടെ നടുവ് നിർത്തി ഒന്ന് എഴുന്നേറ്റോട്ടെ, കാണിച്ചു തരാനാണ്. കണ്ണൊന്നും നുള്ളി തുറന്ന് ബോധം വന്നപ്പോ തന്നെ അപ്പോഴേ ആലോചിക്കുകയാണ് എന്നെ എങ്ങനെ കൈകാര്യം ചെയ്യാം. അമ്മ ഉറങ്ങിക്കോ, അതാ നല്ലത്. ഇത്ര നേരം ഉറങ്ങുമായിരുന്നല്ലോ, ഇനിയും കിടന്ന് ഉറങ്ങിക്കോളാൻ. കുറച്ചു കഴിയുമ്പോ ചത്തോളാനും പറയും. എനിക്കെല്ലാരും മനസ്സിലാവുന്നുണ്ട്. എന്റെ രമേശ, രാവിലെ തമ്മിൽ കാണാന്ന് പറഞ്ഞതല്ലേ നീ? ഇന്ന് ഇത്തിരി കച്ചവടം നടക്കുന്ന ദിവസാ, നിന്നെയും കാത്ത് ഇവിടെ നിന്ന് അത് പോവില്ലേ? എടാ, എനിക്ക് ഇന്ന് തന്നെ ആവശ്യമുള്ളതുകൊണ്ടാ. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ഇനിയിപ്പൊ കാണാതെ പോയാ നീ അതും പറഞ്ഞ് 1-2 ആഴ്ച വൈകിക്കും. ശരി, ഓക്കെ. എന്തുറ്റി ഗോപാലമാമ? എന്റെ മോളെ, ഈ ആഴ്ചയടവിന് പൈസ എടുത്ത് തരുന്ന ഒരുത്തനുണ്ടല്ലോ, രമേശൻ. ഞങ്ങൾ തമ്മിൽ സ്ഥിര ഇടപാടുള്ളതാ. അവനോട് കുറച്ച് കാശ് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മിനിങ്ങാന്ന് തരാം, ഇന്നലെ തരാം, ഇന്ന് തരാം. ഈ നേരം എന്ന് പറയുന്നതല്ലാതെ ഇത്രയും നേരമായിട്ട് അവനെ കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇതേ പറയുന്നു കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വരാന്ന്. അതിനെന്താ, നമ്മളിവിടെ നിക്കല്ലേ? എന്റെ മോളെ, ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് ഒരു കത്തനാരുപള്ളിയുണ്ട്. അവിടെ നിന്ന് ആള് കൂടുന്ന ദിവസാ. അവിടെ പോയാൽ കാര്യമായിട്ട് കുറച്ച് ടിക്കറ്റ് വിൽക്കാം. ഇവനെയും കാത്ത് ഇവിടെ നിന്ന് അതൊന്നും നടക്കില്ല. അല്ല, അതെ, ഈ പറഞ്ഞ കത്തനാര് പള്ളി സിറ്റിക്ക് അകത്ത് തന്നെയാണോ? അല്ല, ഇവിടുന്ന് ബസ്സിൽ പോകേണ്ടി വരും. എന്നാ ഞാൻ പോട്ടെ ഗോപാലമാമ. ഗോപാലമാമ ഇവിടെ നിന്നിട്ട് അയാളെ കണ്ട് പണം വാങ്ങിച്ചോ? മോക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലമല്ലേ? ലോട്ടറി വിൽക്കാൻ എന്തിനാ ഗോപാലമാമ പ്രത്യേകിച്ച് പരിചയം? അല്ലെങ്കിൽ തന്നെ ഇതുവരെ ടിക്കറ്റ് കൊടുത്ത ആരെങ്കിലും എനിക്ക് പരിചയമുണ്ടോ? അതാവുമ്പോ സിറ്റിന്ന് ദൂരെയല്ലേ, നമുക്ക് ആരെയും പേടിക്കാതെ നിക്കാലോ. എന്നാലും അത് വേണോ മോളെ? മോള് തനിച്ചവിടെ വരെ? എന്റെ ഗോപാലമാമ, എന്തായാലും നനഞ്ഞിറങ്ങി. ഇനി കുളിച്ചു കയറുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെയുള്ളൂ. നമുക്കേ 2 പേർക്കും ഈ ടിക്കറ്റ് വിൽക്കാം. 10 കൂടുതൽ വിൽക്കാനേ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാ, വിൽക്ക. പിന്നെ 6 കിലോമീറ്റർ ബസ്സിൽ യാത്ര ചെയ്യുന്നതോർത്ത് ഗോപാലമാമ പേടിക്കൊന്നും വേണ്ട. ഈ നാട്ടില് വന്നിട്ടല്ലേ ഞാനൊന്ന് ചിറകൊതുക്കി ഇരുന്നത്. എന്റെ നാട്ടില് ഞാൻ പറന്ന് നടന്നിരുന്നതാ. അതൊക്കെ മാമനറിയാം. നിന്റെ മനസ്സ് നേരെയായിരുന്നെങ്കി പൊയ്ക്കോന്ന് ഞാൻ പറഞ്ഞേനെ. ഗോപാലമാമ ഇപ്പൊ എന്നെ ഒന്ന് നോക്കിയേ. എനിക്കിപ്പോ എന്തേലും കുഴപ്പമുണ്ടോ? എന്റെ ഗോപാലമാമ, ഒരു 10-100 ടിക്കറ്റ് ചെലവാവെങ്കില് അത് വലിയൊരു കാര്യമല്ലേ? നമുക്ക് വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തൂടെ? ഗോപാലമാമ, ഞാൻ പറയുന്നത് കേട്ടെ. ഞാൻ പോയിട്ട് വരാം. അയാള് വന്ന് പെട്ടെന്ന് കാശ് കിട്ടുന്നെങ്കിലേ ഗോപാലമാമ അങ്ങോട്ട് വന്നാ മതി. എന്നാ പിന്നെ അങ്ങനെ ചെയ്യല്ലേ? ഇവൻ എപ്പോഴാ വരികയെന്ന് അറിയേയില്ല. അയാള് വന്നിട്ട് ഗോപാലമാമ വന്നാ മതി. എന്റെ മോളെ, അതെ, പറഞ്ഞോണ്ട് നിന്നാലേ ഈ സംശയം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ ഏതായാലും പോവാൻ തീരുമാനിച്ചു. പ്രശ്നം തീർന്നല്ലോ. ഏത് ഭാഗത്തേക്ക് ഞാൻ ബസ് കയറണ്ടേ? എന്നാ പിന്നെ മോള് വാ, നിന്നെ ഞാൻ ബസ് കയറ്റി വിടാം. വാ, എന്നിട്ട് വൈകാതെ തന്നെ ഗോപാലമ്മ അങ്ങോട്ട് വരാം കേട്ടോ. ഓക്കെ. വാ.